എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ UK വന്നതിന് ശേഷം നമുക്ക് തോന്നിയ ഒരു സേഫ്റ്റി സൈഡാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ ബോട്ടിലുകൾ, കുപ്പികൾ, അതിൻ്റെയൊക്കെ അടപ്പ് നമ്മുടെ തൊണ്ടയിൽ, കുട്ടികളുടെയൊക്കെ തൊണ്ടയിൽ കുരുങ്ങി മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നൊരു വാർത്ത വരികയുണ്ടായി. മരുന്നുപ്പിയുടെ ബോട്ടിൽ ആ കൊച്ചിൻ്റെ തൊണ്ടയിൽ കുരുങ്ങി ആ കൊച്ചു മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വീഡിയോ കണ്ടപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കണ്ടൊരു സേഫ്റ്റി ഫീച്ചേഴ്സാണ്. ഫാബിയൻ ഗമ്മീസ് എടുത്തോ. ഈ മരുന്ന് എടുത്തോ. ഈ മരുന്ന് അതിവിടെ വെച്ചിട്ട് ഈ മരുന്ന് എടുത്തേ. തുറന്നേ. ഓപ്പൺ ഇറ്റ് ഫോർ മീ. തുറന്നേ. ഇനി അടുത്ത ബോട്ടിലൊന്ന് തുറന്നു നോക്കി. ആ മരുന്ന് കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഒരു മരുന്ന് ബോട്ടിലും തുറക്കാനായിട്ട് സാധിക്കില്ല, കുഞ്ഞു കുട്ടികൾക്ക്. അപ്പൊ അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ബോട്ടിൽ മോളിൽ കിടന്ന് ഇങ്ങനെ കിടന്ന് കറങ്ങുള്ളൂ. ഒരിക്കലും അത് സ്വന്തമായിട്ട് അടപ്പ് തുറന്ന് കുട്ടികൾക്ക് മരുന്ന് എടുക്കാനോ അല്ലെങ്കിൽ ആ മരുന്ന് അതിന്റെ ക്യാപ്പ് അവരുടെ കയ്യിലേക്ക് കിട്ടുകയോ ഇല്ല. അങ്ങനെ തുറക്കൂല ഫാബി. ചേച്ചിയോട് തുറന്നു തരാൻ പറ. Close it. Close it. ഫാബി, ഈ ഫ്രൂട്ട് ഷൂട്ട് ഒന്ന് തുറന്നേ. ഓപ്പൺ. ഇതുപോലെയുള്ള ജ്യൂസ് കുപ്പികളുടെ ആണെങ്കിലും അതിന്റെ ക്യാപ്പ് ഊരി പോവില്ല, അതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ആയിട്ട് നിൽക്കും. കുടിച്ചോ. അത് തുറന്ന് കുടിച്ചോ. I did it. Try it. Raise up. I can try. You can try. I did it. ഇനിയിപ്പോ 2 ലിറ്ററിന്റെ 1 ലിറ്ററിന്റെ 5 ലിറ്ററിന്റെ ഒക്കെ മിനറൽ വാട്ടർ ബോട്ടിലാണെങ്കിൽ പോലും അതിന്റെ ക്യാപ്പ് പോലും നമുക്ക് ഇതുപോലെ തുറന്ന് ക്യാപ്പ് വേറെ ആയിട്ട് എടുക്കാൻ പറ്റില്ല, അവിടെ തന്നെ ഊരിപ്പോയില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഇവിടെ കണ്ടപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യണം തോന്നി. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ചാനൽ ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. She help me.